Postcolonial critique of nationalism. Postcolonial critique of nationalism. A major area of postcolonial theoretical postulation is its critique of nationalism. ദേശീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിന്റെ ഒരു ഭാഗമാണ്. A major area of postcolonial theoretical postulation is its critique of nationalism. Nation and nationalism are considered Western in origin, which came into being as the results of various factors ranging from enlightenment to capitalism and industrialization. So actually the concept of nation is Western in origin. രാഷ്ട്രം എന്നുള്ള ഒരു സങ്കല്പം വെസ്റ്റേൺ ആണ്. Nation and nationalism are considered Western in origin, which came into being as the results of various factors. ഈ ഒരു രാഷ്ട്രം എന്നുള്ള ഒരു സങ്കല്പം രൂപപ്പെട്ടു വന്നതിന് പിന്നിൽ പല ഘടകങ്ങളുമുണ്ട്. ഫ്രം എൻലൈറ്റൻമെന്റ്, യൂറോപ്യൻ എൻലൈറ്റൻമെന്റ്, ഇമാനുവൽ കാന്റിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ എൻലൈറ്റൻമെന്റ്, അതുപോലെ ക്യാപിറ്റലിസം, industrialization, so many factors were behind it. Post-colonialism sees nations as a constructed political and geographical entity. അപ്പം ഈ രാഷ്ട്രം എന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. ഇമേജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന പുസ്തകം പോസ്റ്റ് കൊളോണിയലിസം ഒരു രാജ്യം എന്നുള്ള സങ്കല്പത്തെ അതിങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ്. ലൈക്ക് ലീവ്സ് ടു എ ട്രീ, മരത്തിൽ ഇലകൾ ഉണ്ടാകുന്നത് പോലെ സ്വാഭാവികമായിട്ടുള്ളതാണ് ഈ രാഷ്ട്രം, അങ്ങനെയൊന്നില്ല എന്നാണ് പോസ്റ്റ് കൊളോണിയലിസം പറയുന്നത്. പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ്. പോസ്റ്റ് കൊളോണിയലിസം സീസ് നേഷൻസ് ആസ് എ കൺസ്ട്രക്റ്റഡ് പൊളിറ്റിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ എൻറ്റിറ്റി. അത് കൃത്രിമമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. ബെനഡിക്റ്റ് ആൻഡേഴ്സൺ defined a nation as an imagined community in his 1983 book, Imagined Communities. Benedict Anderson's book, Imagined Communities. He defines a nation as an imagined community. അത് സ്വാഭാവികമായിട്ടുള്ള ഒന്നല്ല ഈ രാഷ്ട്രം എന്ന സങ്കല്പം. ഇറ്റ്സ് ആക്ച്വലി an imagined community. In addition to being a community, in the collective imagination of people, nations depend on the collective existence of many elements like language, race, memory and tradition. ഒരു രാഷ്ട്രം എന്നുള്ള ഒരു സങ്കല്പം ഒരുപാട് ഘടകങ്ങൾ അതിനെ നിർണ്ണയിക്കുന്നുണ്ട് എന്നാണ്. ലാംഗ്വേജ്, റേസ്, മെമ്മറി, ട്രഡീഷൻ. ലാംഗ്വേജിന് ഒരു പങ്കുണ്ട്. ഒരേ ഭാഷ സംസാരിക്കുന്നവർ ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നു, ഒരു രാഷ്ട്രമായിട്ട് അത് വരാം. റേസ്, മെമ്മറി, ട്രഡീഷൻ, മതം വരാം. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടു. അത് ആക്ച്വലി മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു. മതവും രാഷ്ട്രവും ഒന്നാണ് എന്നുള്ള ഒരു സങ്കല്പമാണ് മുന്നോട്ട് വെച്ചത്. Hindus and Muslims are two nations, the two nation theory, and the Muslims need a separate nation. അങ്ങനെ ഒരു ആശയം, അതാണ് ഇവിടെ ദ്വിരാഷ്ട്രവാദം എന്നുള്ള ഒരു ആശയത്തിലേക്ക് നയിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു? അങ്ങനെയാണെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട പാകിസ്ഥാൻ
അങ്ങനെ തന്നെ നിൽക്കണമായിരുന്നു. പക്ഷെ അവിടെ വീണ്ടും സബ് ഗ്രൂപ്പുകൾ വന്നു. ബംഗാളി സംസാരിക്കുന്നവര് ഒന്നിച്ച് ഒരു രാഷ്ട്രമാണെന്ന് പറഞ്ഞു ബംഗ്ലാദേശ് രൂപപ്പെട്ടു. അവിടെ വീണ്ടും ബലൂചിസ്ഥാൻ സെപ്പറേറ്റ് നേഷൻ വേണമെന്നുള്ള ആശയം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ മെനി ഫാക്ടേഴ്സ് ലൈക്ക് ലാംഗ്വേജ്, റേസ്, മെമ്മറി ആൻഡ് ട്രഡീഷൻ. According to Franz Fanon, national culture is synonymous with national consciousness. Franz Fanon says that national culture is synonymous with national consciousness. Post-colonial theorists acknowledge the cardinal role of literature in building national identities. സാഹിത്യത്തിന് ഒരു വലിയ പങ്കുണ്ട് ഈ നാഷണൽ ഐഡന്റിറ്റി, ഈ രാഷ്ട്ര എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഉദാഹരണം നമ്മുടെ മഹാഭാരതം തന്നെ. ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഈ ഒരു ടെക്സ്റ്റിന് വലിയ റോളുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പല രാജ്യങ്ങളും പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചു എന്നാണ്. underwent spades of civil war. Civil war was going on in some countries. ഇന്ത്യ ഈസ് എൻ എക്സാമ്പിൾ. സ്വാതന്ത്ര്യം കിട്ടുമ്പോഴത്തേക്കും ഇവിടെ ആഭ്യന്തര ലഹള തുടങ്ങി. Somebody has to mute his phone. Spades of civil war and racial and sub-nationalistic conflicts. അപ്പോൾ വെള്ളക്കാർക്കെതിരെ ഒന്നിച്ചു നിന്നവര് പിന്നീട് തമ്മിലടിക്കാൻ തുടങ്ങിയെന്നാണ്. Sub-nationalistic conflicts. Some other nations passed from colonial yoke to indigenous despotism. ചില രാഷ്ട്രങ്ങൾ വെള്ളക്കാർ പോയപ്പോഴേക്കും മറ്റൊരു ഏകാധിപത്യത്തിലേക്ക് പോയി. Some other nations passed from colonial yoke to indigenous despotism. This has widely disillusioned the nationalist ideals. It was a great disappointment. Newly conceived nationalism was indebted to their Western European colonialists, not only for the very idea of nation, but also for their national borders. പുതുതായി സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യങ്ങൾ രാഷ്ട്രം എന്നുള്ള ഒരു സങ്കല്പത്തിന് പോലും they are indebted to the Westerners. This was the first issue which problematizes decolonization. Secondly, nation or nationhood has been increasingly perceived as internalized evil. രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ഒരു ആശയമാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു ഇന്റർനാഷണലിസം അതിലേക്കാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം ഒരു രാജ്യമാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. So nation or nationhood has been increasingly seen as internalized evil and institutionalized violence. Institutionalized violence എന്ന് സാധാരണ പറയുന്നത് ഈ പോലീസ്, പ്രിസൺസ്, ജനങ്ങളെ ശരിയായ വഴി നടത്തുവാനുള്ള ഉപകരണങ്ങളാണ് ഈ പോലീസ്, കോർട്ട്. ഇതൊക്കെയാണ് സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വയലൻസ് എന്ന് പറയുന്നത്. From which the Western democracies were not an exception. So there are several problems to this concept of nation. Even the Western democracies are not free from the evils. The nation or nationhood has been increasingly perceived as internalized evil. There are many evils. Connected to this concept of nation. Even the Western democracies are not free from such things.
The origin of development of nationalism from Western ideals has been faced by Fanon and Chatterjee based on Algerian and Indian experiences respectively. ഇന്ത്യയിലും അൾജീരിയയിലും സംഭവിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ Franz Fanon and Chatterjee have spoken. Chatterjee envisaged three distinct stages. ഇതുമായി ബന്ധപ്പെട്ട് ചാറ്റർജി he is speaking about three stages. Which are these three stages? Moment of departure. That's the first stage. Moment of departure. Classification of the moment of departure in which the colonized elite accepts the Western supremacy in matters related to material progress. ഇത് പറഞ്ഞാൽ ഡെവലപ്മെന്റ്, മെറ്റീരിയൽ പ്രോഗ്രസ്, വികസന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വെസ്റ്റേണേഴ്സിനെ മാതൃകയാക്കാം എന്നുള്ള ഒരു ചിന്ത. അപ്പോൾ ഈ ഒരു നാഷണലിസത്തിന്റെ മായി ബന്ധപ്പെട്ട ത്രീ സ്റ്റേജസ് ആണ്. മൊമെന്റ് ഓഫ് ഡിപ്പാർച്ചർ, the first stage, in which the colonized elite accepts the Western supremacy in matters related to material progress. Second stage is moment of maneuver. Moment of maneuver. The moment of maneuver in which, particularly in India, the colonized elite maneuvered to keep the people away from power. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം വരുന്ന ജനതയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി the power rests with very few leaders. കുറച്ച് നേതാക്കന്മാരുടെ കയ്യിൽ മാത്രമായിട്ട് അധികാരം ഒതുക്കുന്നു. ഇതിനെയാണ് മൊമെന്റ് ഓഫ് മാനവർ എന്ന് പറയുന്നത്. In which, particularly in India, the colonized elite maneuvered to keep the people away from power and at the same time managed to get their support. ഒരേ സമയം അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും എന്നാൽ ഇവർക്ക് ഭരിക്കാനുള്ള എല്ലാ പിന്തുണയും അവരിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. And the third stage, moment of arrival. Moment of arrival, which refers to the period of consolidation of power of the nationalist elite, which is as oppressive as the colonizers. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അധികാരങ്ങളും, സർവ്വ അധികാരങ്ങളും ഈ ഒരു ചെറിയ വിഭാഗം കൈവശപ്പെടുത്തുകയും നേരത്തെ വെള്ളക്കാരുടെ ഭരണം എത്രത്തോളം ഉപദ്രവകരമാണോ അതേ അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ്. The third stage, which refers to the period of consolidation of power of the nationalistic elite, which is as oppressive as the colonizers. Fanon has warned that nationalist movements may result in replacing the repressive Western elite with the repressive nationalist elite. ഫ്രാൻസ് ഫാനൺ അതാണ് പറഞ്ഞത്. ഈ വൈദേശിക ഭരണത്തിന് പകരം അതേപോലെ തന്നെ ഒപ്രസീവായിട്ടുള്ള സ്വദേശി ഭരണത്തിലാണ് ഇത് അവസാനിക്കുക എന്നാണ്. അതാണ് എല്ലാ രാഷ്ട്രങ്ങളിലും സംഭവിച്ചിരിക്കുന്നത്. Fanon has warned that nationalist movements may result in replacing the repressive Western elite with the repressive nationalist elite. വിദേശ സായിപ്പിന് പകരം നാടൻ സായിപ്പ് മാറും. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്നാണ്. Both Ranajit Guha and Partha Chatterjee called that national struggle is represented as that of individual leaders and the subaltern is missing in freedom struggles. അപ്പൊ നമ്മുടെ പാഠപുസ്തകങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ഈ നേതാക്കന്മാര് സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം തൊഴിലാളികളും കർഷകരും ഇവരൊന്നും എവിടെയും വരുന്നില്ല എന്നാണ്. So Ranajit Guha and Partha Chatterjee called that national struggle is represented as that of individual leaders and the subaltern is missing in freedom struggles. Many of the countries having colonial past have consolidated their nationhood by professing racial purity and ethnic exclusivity and purged the nation of the other. അപ്പൊ പല രാജ്യങ്ങളിലും ഇത് സംഭവിച്ചു എന്നാണ്. ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായി. ഓരോ രാഷ്ട്രത്തിലെ ചില ജനതകളെ ടാർഗറ്റ് ചെയ്ത് വേട്ടയാടാൻ തുടങ്ങി. റേഷ്യൽ പ്യൂരിറ്റി തുടങ്ങിയ ആശയങ്ങൾ വന്നു. ജർമ്മനിയിൽ ഉണ്ടായതുപോലെ വംശശുദ്ധി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൽ ചില വിഭാഗങ്ങൾ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിനെതിരാണ്. അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ വന്നു. Many of the countries having colonial past have consolidated their nationhood by professing racial purity. അപ്പോൾ ദേശീയത പിന്നീട് അങ്ങനെയുള്ള ഒരു വഴിയിലേക്ക് നീങ്ങി എന്നാണ്. അപ്പോൾ ഇന്ത്യയിലും ആർഷഭാരത സംസ്കാരത്തെ കുറിച്ച് പറയുന്ന അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരുന്നു. അവർ അതിന് എതിരായ, ഈ സംസ്കാരത്തിന് എതിരായി ചില വിഭാഗങ്ങളെ കാണുകയും അവർക്കെതിരെ നീങ്ങുകയും ചെയ്യുന്നു. Many of the countries having colonial past have consolidated their nationhood by professing racial purity and ethnic exclusivity. Ethnic, വംശീയമായ എന്നാണ്, racial. And purged the nation of the other. ഒരു വിഭാഗത്തെ അന്യരായിട്ട്, അന്യവൽക്കരിച്ച് രാഷ്ട്രത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നു. Purged the nation. They wanted to cleanse the nation of the other. Nationalist representations are critiqued by post-colonial feminists as perpetuating gender discrimination. അപ്പൊ ഇങ്ങനെ ഈ ഒരു ദേശീയ ബോധത്തിൽ ഈ സ്ത്രീകൾ they are also outside the mainstream. There is gender discrimination. സ്ത്രീ വിരുദ്ധതയുണ്ട് എന്നാണ്, സ്ത്രീകളോടുള്ള വിവേചനം. And divide. It is a received custom to depict a nation as a woman. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു പങ്ക് നിഷേധിക്കുക, അതേ സമയത്ത് രാഷ്ട്രത്തെ തന്നെ സ്ത്രീയായിട്ട് സങ്കല്പിക്കുക. As a woman who needs strong and virile males to liberate her. ദേശീയതയുടെ ഒരു ഡെവലപ്മെന്റ് അങ്ങനെ വരുന്നു. നമ്മുടെ ഇന്ത്യയിലും അത് കാണാം. രാഷ്ട്രത്തെ ഒരു സ്ത്രീയായിട്ട് സങ്കല്പിക്കുന്നു. The nation is imagined as a woman. നമ്മുടെ ഭാരതാംബ സങ്കല്പം. അപ്പോൾ ഭാരതാംബയെ വിമോചിപ്പിക്കുവാൻ വേണ്ടി ചുണയുള്ള പുരുഷന്മാർ വേണം എന്ന, who needs strong and virile males to liberate her. The depiction of Britannia and Mother India are apt examples. നമ്മുടെ ഭാരതാംബ എന്ന സങ്കല്പം, അതുപോലെ ഇംഗ്ലണ്ടിലെ ബ്രിട്ടാനിയ എന്ന മദർ നേഷൻ എന്നുള്ള ഒരു സങ്കല്പം. The depiction of Britannia and Mother India are apt examples. Nationalist discourses often portray
national struggle as a male activity and perpetuate patriarchy as a national value. അപ്പോൾ ഈ ദേശീയ സംവാദങ്ങളിലൊക്കെ സ്വാതന്ത്ര്യ സമരം എന്നത് ഒരു മെയിൽ ആക്ടിവിറ്റി മാത്രമായിട്ട് കാണാനുള്ള ശ്രമം നടത്തുന്നു. കാരണം സ്ത്രീകൾക്ക് വലിയ റോളൊന്നുമില്ല. ഇറ്റ്സ് എ മെയിൽ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് പോർട്രേഡ്, national struggle is portrayed as a male activity by the nationalist discourses and perpetuate patriarchy as a national value. They are upholding patriarchy. They want to, nationalist discourses try to, want to perpetuate patriarchy as a national value. Thinkers like Said and Baba see nationalism itself as internally fragmented narratives. നാഷണലിസ്റ്റ് സമയത്ത് ഇത്രയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. Thinkers like Said and Baba point this out.